ഹലോ, അപ്പോൾ നമ്മൾ റൂമിൽ തിരിച്ചു വന്നു. വൈകുന്നേരം ഫ്രഷ് ആയിട്ട് വീണ്ടും ഈഫിൽ ടവറിലേക്ക് പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ചായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ നമ്മൾ ഈഫിൽ ടവറിൻ്റെ അടുത്ത് ഇറങ്ങുന്ന ഒരു മെട്രോ സ്റ്റേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഈഫിൽ ടവർ വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എനിക്ക് പാരീസിൽ വരണം, ഈഫിൽ ടവർ കാണണമെന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ്. പക്ഷേ എനിക്ക് അവിടെ വെച്ചിട്ട് എൻ്റെ ബർത്ത്ഡേ കൂടി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് നന്ദി പറയുന്നു. ഒത്തിരി ഒത്തിരി സന്തോഷം, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഞാൻ ഹാപ്പിയാണ്. കാരണം ഇങ്ങനെയൊക്കെ ഒരു മൊമെന്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ഹസ്ബൻഡ് ഒരു കാർഡ് എഴുതി തരുവാണ്, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ. കേക്ക് നമ്മളിവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഈ ടൈമിൽ ഷോപ്പും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. 4 മണിയൊക്കെ ആകുമ്പോൾ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യും. പിന്നെ രാവിലെ 10 മണിയൊക്കെ ആകുമ്പോഴേ ഓപ്പൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ കേക്ക് മേടിക്കാൻ നമ്മൾ കുറെ നടന്നു അലഞ്ഞു. ഇപ്പൊ 9 മണിക്ക് ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് 9 മണിയല്ല 10 മണിക്കാണ് ഫസ്റ്റ് ലൈറ്റ്. യെസ്, അങ്ങനെ അത് വന്നു. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ എനിക്ക് ഈഫിൽ ടവറിന്റെ മുമ്പിൽ ഈ ഒരു മൊമെന്റിൽ എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. ഐ എം സോ ഹാപ്പി. യെസ്, അങ്ങനെ കുറെ വീഡിയോ ഒക്കെ നമ്മൾ എടുക്കാൻ ട്രൈ ചെയ്തു. പക്ഷെ നല്ല മഴയായിരുന്നു കേട്ടോ ഈ ടൈമിൽ. മഴയും ഫുള്ള് ചെളിയും പിന്നെ ലൈറ്റും ഇല്ല. അപ്പൊ ഫോണൊക്കെ എത്രത്തോളം സേഫായിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഡൗട്ടായിരുന്നു. ലൈറ്റ് ഇല്ല, നമുക്ക് പരിസരത്ത് ഫുള്ള് ഇരുട്ടായിരുന്നു. അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റാത്ത അത്രയും ഇരുട്ടായിരുന്നു. അതിന്റെ അടുത്ത് തന്നെ വേറെ ആൾക്കാർ മ്യൂസിക്, പിന്നെ ഒത്തിരി സെലിബ്രേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ ഒത്തിരി സെലിബ്രേഷൻസ്. ഭയങ്കര എന്താ ക്രൗഡഡ് ബഹളമായിരുന്നു. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കാൻ ട്രൈ ചെയ്തു. എന്നാലും മഴയായിരുന്നു, നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഫോൺ പിടിച്ചിട്ട് വീഡിയോ എടുക്കാനും. പിന്നെ സേഫ്റ്റിയുടെ ഒരു ഇഷ്യൂ ഞാൻ പറഞ്ഞല്ലോ, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറെ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. 5 മിനിറ്റാണ് ഈ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പൊ അത് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ വീഡിയോസ്, ഫോട്ടോ എടുത്തിട്ടൊന്നും നമുക്ക് ക്ലിയർ ഇല്ലായിരുന്നു. അപ്പം മാക്സിമം വീഡിയോ എടുക്കാനാണ് ട്രൈ ചെയ്തത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് രാവിലെ എടുത്ത റീലിന്റെ ബാക്കിയായിട്ട് എനിക്ക് കാർഡ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്താ എൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന പാരീസിൽ വെച്ചിട്ടുള്ള. പിന്നെ നമ്മൾ രാവിലെ എടുത്തത് കണക്കൊരു വീഡിയോ, ഇങ്ങനെ കൈ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഈഫിൽ ടവർ വരുന്ന കണക്കത്തെ. 5 മിനിറ്റ് നമ്മൾ മാക്സിമം യൂസ് ചെയ്തു. യെസ്, ഒരു സ്പെഷ്യൽ മൊമെന്റ് തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ഈഫിൽ ടവറിൽ പോകണം കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ ബർത്ത്ഡേ ടൈമിൽ തന്നെ എനിക്ക് അവിടെ എത്താൻ പറ്റി. ബർത്ത്ഡേ അവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എന്നിട്ട് നമ്മള് മാക്സിമം അവിടെ ആ 5 മിനിറ്റിലുള്ള ലൈറ്റ് കവർ ചെയ്യാൻ നമ്മൾ നോക്കി കേട്ടോ. പിന്നെ മഴ ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടുന്ന് ലൊക്കേഷൻ കുറച്ച് മാറി സീൻ നദിയുടെ ആ ഒരു ഏരിയയിലോട്ട് പോയിട്ട്, അപ്പൊ കുറച്ചുകൂടെ നമുക്ക് ഡിസ്റ്റൻസ് ആയിരിക്കും, എന്നാലും ഈഫിൽ ടവർ കംപ്ലീറ്റ് കിട്ടുന്ന രീതിയിൽ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഒത്തിരി പഞ്ചാബ് എന്നുള്ള ആൾക്കാര് ഒരു ഫോട്ടോയ്ക്ക് 5 യൂറോ വെച്ചിട്ടൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് അറിയില്ല എത്രത്തോളം സേഫ് ആണ്, നമ്മൾ പറ്റിക്കണോ ഒന്നും അറിയാത്തത് കൊണ്ട് നമ്മള് ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. ഇതൊരു ബീച്ച് സൈഡാണ്, ഇവിടെയൊക്കെ ഫുള്ള് സെലിബ്രേഷൻ, മ്യൂസിക്, പാട്ട്. മഴയാണെങ്കിലും ആൾക്കാർ ഉണ്ടായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു. പിന്നെ നമ്മള് 11 മണിക്കുള്ള ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സീൻ നദിയുടെ അവിടെ പോയിരുന്നു. അപ്പോ ഹാപ്പി ബർത്ത്ഡേ വരുന്ന ഈ വീഡിയോ എന്ന് പറയുന്നത് എവരിവൺസ് മൈ ബർത്ത്ഡേ ആ ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ 2 തവണ നമുക്ക് ഈ ലൈറ്റ് കിട്ടി. 12 മണിക്ക് മുമ്പ് നമുക്ക് തിരിച്ചു പോകണം, കാരണം നമ്മൾ 1 ഡേ പാസ് ആണല്ലോ എടുത്തത്. നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നു. ഒരു നല്ലൊരു ഈവനിങ് ആയിരുന്നു എന്ന് പറയാം. മഴയായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു ഈവനിങ്. ഇതെന്നെ എൻ്റെ ഡ്രസ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു, ആ കളർ കോമ്പിനേഷനും. പിന്നെ അവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ പോണ ടൈമില് മഴയായിരുന്നു. പിന്നെ ഈഫിൽ ടവറിന്റെ അടുത്തുള്ള സ്റ്റോപ്പ് കണ്ടുപിടിച്ചത് കൊണ്ട് എത്താൻ വേണ്ടിയിട്ട് ഈസി ആയിരുന്നു. ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്ത് വന്നാൽ മാത്രം മതിയായിരുന്നു. ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്ന് എടുത്തു. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകണം. നാളെ ലൂവർ മ്യൂസിയത്തിൽ പോകണം, മൊണാലിസയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നാളത്തെ വിശേഷങ്ങൾ
അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ തിരിച്ചു പോയി. 12 മണിക്ക് മുമ്പ് മെട്രോ കയറി നമുക്ക് നമ്മുടെ അക്കോമഡേഷനിൽ എത്തണം. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു. നല്ലൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത വ്ലോഗിൽ കാണുമ്പോഴേക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.